നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെടുത്തത് 15 അസ്ഥിഭാഗങ്ങളാണ്. ഏറെ വിവാദമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ധർമ്മസ്ഥലയിലെ ഒരു മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയത്. ആ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള സമ്മർദ്ദം വന്നതിന് ശേഷം മാത്രമാണ് അവിടെ കുഴിച്ച് ഈ സംശയം തോന്നുന്ന ഇടങ്ങളിൽ കുഴിച്ചു നോക്കാനായിട്ട് തുടങ്ങിയത്. ഏതായാലും കുഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആ മൊഴി ഉറപ്പിക്കുന്നതാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മനുഷ്യന്റെ അസ്ഥികൾ. 15 ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പല ഭാഗങ്ങളും പൊട്ടിയ നിലയിലാണുള്ളത്. ഇതിൽ ഒന്ന് പുരുഷന്റേതാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഫോറൻസിക് സംഘം. ധർമ്മസ്ഥലയിൽ തുടർച്ചയായ 3-ാം ദിവസത്തിലെ പരിശോധനയിലാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്. അതേസമയം ധർമ്മസ്ഥലയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടെ കുഴികളിൽ വെള്ളം കയറി. തുടർന്ന് കുഴിയെടുത്ത ഇടങ്ങളിൽ 4 വശത്തും പോലീസ് ടാർപോളിൻ ഷീറ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. തെളിവ് ശേഖരിച്ച സ്ഥലങ്ങൾ പൂർണ്ണമായി മൂടുകയും ചെയ്തു. 6-ാമത്തെ കുഴിയിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളികൾക്കൊപ്പം മറ്റ് സാക്ഷികളുടെ കൂടി സാന്നിധ്യത്തിൽ മഹസർ നടപടികൾ പുരോഗമിക്കുകയാണ്. സ്ഥലത്ത് നിന്ന് കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക പ്ലാസ്റ്റിക് ബോക്സുകളിലാണ് സൂക്ഷിക്കുന്നത്. ബയോസേഫ് ബാഗുകളിലാക്കി ഇത് ലേബൽ ചെയ്യും. ഓരോ നടപടികളും SIT സംഘം വിശദമായി ചിത്രീകരിക്കുന്നുണ്ട്. കൂടാതെ SIT തലവൻ പ്രണബ് മൊഹന്തി ധർമ്മസ്ഥലയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്ത് ഇന്നും പരിശോധനകൾ തുടരും. ധർമ്മസ്ഥലയിൽ 6 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വനമേഖലയ്ക്ക് അകത്ത് തന്നെയുള്ള 7-ാമത്തെ പോയിന്റിൽ കുഴിച്ച് പരിശോധന തുടങ്ങും. ഇന്നലത്തെ പരിശോധനയിലാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായി സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയത്. കിട്ടിയ 15 അസ്ഥി കഷ്ണങ്ങളും ബയോസേഫ് ബാഗുകളിലാക്കി FSL ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും മറ്റുള്ള നടപടികൾ പുരോഗമിക്കുക. എത്രയും പെട്ടെന്ന് വിശദമായി 13 പോയിന്റുകളും പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ പ്രണബ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബെൽത്തങ്കടിയിൽ താമസിക്കുന്ന DGP അവിടെ SIT ഓഫീസിൽ നിന്നാകും അന്തിമ തീരുമാനങ്ങളെല്ലാം എടുക്കുക. 6-ാം നമ്പർ സ്പോട്ടിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും അന്വേഷണത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തലവൻ പ്രണബ് കുമാർ മൊഹന്തിയെ ചുമതലയിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചടുല നീക്കം നടക്കുന്നതും എന്തിനാണെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ചോദ്യമുയർത്തുന്നത്. ആഭ്യന്തര സുരക്ഷാ DGP സ്ഥാനത്ത് നിന്ന് മൊഹന്തിയെ മാറ്റി പകരം ADGP അരുൺ ചക്രവർത്തിക്ക് സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചു. അസാധാരണമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇദ്ദേഹമാവും SITയെ നയിക്കുക. നിഷ്പക്ഷ അന്വേഷണം സാധ്യമാവാൻ മൊഹന്തിയാവണം SIT അധ്യക്ഷനെന്ന വിരമിച്ച ജഡ്ജിയുടെ കൂട്ട ശവസംസ്കാര വെളിപ്പെടുത്തൽ നടത്തിയ പരാതിക്കാരന്റെയും അഭിഭാഷകരുടെയും നിർദ്ദേശമായിരുന്നു സർക്കാർ പരിഗണിച്ചത്. എന്നാൽ കേസ് അന്വേഷണം മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങളിൽ ഖനനം നടത്തി പരിശോധിക്കുന്ന ഘട്ടത്തിലെത്തിയതോടെ മൊഹന്തിയെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറ്റുകയായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനെ 35 IPS ഉദ്യോഗസ്ഥരുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ കർണാടകയിൽ നിന്ന് DGP പ്രണബ് കുമാർ മൊഹന്തിയെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാലും മൊഹന്തിയെ SIT തലവനായി നിലനിർത്താനാവുമോ എന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ബുധനാഴ്ച പറഞ്ഞെങ്കിലും അതിനോടകം മൊഹന്തിയെ കർണാടക സർവീസിൽ നിന്ന് മാറ്റി പകരം നിയമനം നടത്തി ഭരണവിഭാഗം അണ്ടർ സെക്രട്ടറി KV അശോക ഉത്തരവ് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അന്വേഷണം ആദ്യം തുടങ്ങിയപ്പോഴൊന്നും തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാതിരുന്നപ്പോൾ പരാതിക്കാരന്റെ മനോവിഭ്രാന്തിയാണ് ഇതെന്നാണ് ഒരു വിഭാഗം ആരോപിച്ചത്. അപ്പോഴും കാണാതായവർ എവിടെയെന്ന ചോദ്യമായിരുന്നു ബാക്കി. ബെൽത്തങ്ങാടി ജില്ലയിൽ മാത്രം 100ഓളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. 1980കൾ മുതൽക്ക് തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കൊലപാതകങ്ങൾക്കെതിരെ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ 4 പതിറ്റാണ്ടിലധികമായി നടന്നു വരുന്നുണ്ട്. 1987-ൽ പത്മലത എന്ന 17-കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ പ്രകടനവും അവിടെ നടന്നു. 2012-ൽ സൗജന്യ എന്ന പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കർണാടകത്തിലാകമാനം പ്രതിഷേധങ്ങൾ ഉയർത്തി. 2003-ൽ അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണാതായപ്പോഴും സമരങ്ങളും നിവേദനങ്ങളും എല്ലാം ഉണ്ടായി. ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്ത് T മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ വേദവല്ലി എന്ന ടീച്ചറെ തീ കൊളുത്തി കൊന്ന സംഭവവും അത് കണ്ട അവരുടെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവമെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു.
യമുന, പത്മലത തുടങ്ങിയ നിരവധി പേരുകൾക്കൊപ്പം പേരറിയാത്ത നൂറുകണക്കിന് ആളുകളുടെ ശവപ്പറമ്പാണ് ധർമ്മസ്ഥല എന്നാണ് ജയന്ത് ടി പറയുന്നത്. എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കും എന്ന ചോദ്യത്തിന് 1000-ഓ 2000-ഓ ഉണ്ടായിരിക്കുമെന്നാണ് ജയന്തിന്റെ മറുപടി. പേടി കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു. ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും നടപടിയെടുക്കാതെ പോലീസ് കാലതാമസം വരുത്തിയിരുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുമോ എന്നുവരെ സംശയമുണ്ട്. അതിനിടെ കേസിൽ ആരോപിതനായ വീരേന്ദ്ര ഹെഗ്ഡെയ്ക്ക് പിന്തുണയുമായി കോൺഗ്രസും BJPയും രംഗത്തുണ്ടായിരുന്നു. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവ് R. അശോക രംഗത്ത് വന്നത്. ക്ഷേത്രത്തെയും ധർമാധികാരിയെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന ഈ നിലപാട് കേസിനെ സ്വാധീനിക്കുമോ എന്ന ആശങ്കകൾ ഉയരുന്നുണ്ട്. ചില അദൃശ്യ കൈകൾ പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അശോക ആരോപിച്ചു. പരാതിയുമായി രംഗത്ത് വന്നയാൾ മുസ്ലിമാണെന്നും ഇതിന് പിന്നിൽ കേരള സർക്കാരാണെന്നും BJP നേതാവായ അശോക ആരോപിച്ചു. R. അശോകയുടെ ഈ വാദത്തിന് പിന്നിലെ ഉദ്ദേശം ഈ കേസ് പിന്തുടരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. ധർമ്മസ്ഥല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മംഗളൂരിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഇത് പൊതുവെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് R. അശോക ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരും പ്രതിപക്ഷമായ BJPയും ധർമ്മസ്ഥലയുടെ അധികാരികളെയാണ് പിന്തുണയ്ക്കരുത്. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത്. 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിനാണ് മൊഴി നൽകിയത്. ഇതാണ് വലിയ ഞെട്ടലുണ്ടാക്കിയത്. അതിനുശേഷം വീണ്ടും ഈ ഒരു മൊഴി അത് സത്യമാണ് എന്നുള്ള അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ. ഇനിയും ബാക്കി പോയിന്റുകളുണ്ട്. അവിടെ കൂടി ശുചീകരണ തൊഴിലാളി പറഞ്ഞതനുസരിച്ചിട്ടുള്ള പോയിന്റുകളാണ്. അവിടെ കൂടി കുഴിച്ചു നോക്കുമ്പോൾ കൂടുതൽ അസ്ഥികൾ ലഭിക്കുകയാണെങ്കിൽ തന്നെ ഈ നൂറുകണക്കിന് സ്ത്രീകൾ അവിടെ കാണാതായിട്ടുണ്ട് എന്നുള്ള സംശയം അത് യാഥാർത്ഥ്യമാകും. ഇനി അടുത്ത ദൂരം ഇത്രയും ഈ ഒരു അസ്ഥിഭാഗങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളത് ഈ പ്രതികളിലേക്ക് എത്താനുള്ള ദൂരമാണ്. എത്രയും വേഗം തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.